ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു യുവയുടെ ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനും നിങ്ങളോട് സംസാരിക്കുവാനും കിട്ടിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, greetings to all and gratitude to Benny uncle who invited me and Joel who was continuously conversing with me, and thank you for this occasion. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ന്യൂ എയ്തീസം ആണ്. Before that, I want to first of all commend the initiative YUWA. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം it's a collective of young people coming together as the expansion goes for worship and action. നമ്മുടെ ആക്ഷനിലൂടെയും or through our lives to worship God, that is the greatest honor that we have in our lives. പണ്ട് ഓസ്കർ വൈൽഡ് ആണെന്ന് തോന്നുന്നു who said this, that the youth is wasted on the young. യുവ എന്ന് അഥവാ യൗവനം എന്ന് പറയുന്നത് യുവാക്കന്മാരിൽ അല്ലെങ്കിൽ യൂത്തിൽ ഇസ് വേസ്റ്റഡ്, പാഴാകുകയാണ്. കാരണം യൗവനം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. യൗവനം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ മൂഡ് ദാറ്റ് എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ when we say that age is a number എന്നൊക്കെ പറയുമ്പോഴും യൂത്ത് എന്ന് പറയുന്നത് is something that only occurs once in life. And the art and purpose of our life, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് as young people should be to glorify God through our youth. നമ്മുടെ യൗവനം കൊണ്ട് through our young age we need to glorify God. കാരണം ഈ ഒരു പീരിയഡ് is something that will never come back. നാം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ there's the ഒരു culturally we think that young age we can celebrate and young age we can അടിച്ചു പൊളിച്ചിട്ട് ഒരുപക്ഷെ somewhere down the line we can minister God or we can serve God, but that's always a wrong idea. The best നമുക്കുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മുൻപിൽ ഉള്ളത് സാക്ഷാൽ നമ്മുടെ കർത്താവ് തന്നെയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, റൈറ്റ്, ഇൻ ഹിസ് late 20s early 30s, ആ വ്യക്തി എക്സേർട്ട് ചെയ്ത ഇൻഫ്ലുവൻസിന്റെ ഫലമായിട്ടാണ് we are actually united in his name. So first of all, I congratulate this initiative, and let's get to the topic. New atheism, big claims outside, empty core inside. എന്താണ് നവനാസ്തികത? നിരീശ്വരവാദം എന്ന് പറയുന്നത്, നാസ്തികത എന്ന് പറയുന്നത് ഒരു നവ ഫിനോമിനൻ അല്ല, ഒരു ന്യൂ ഫിനോമിനൻ, ഒരു പുതിയ ഫിനോമിനൻ അല്ല. എക്കാലത്തും ആസ് ലോങ് ആസ് ഐഡിയാസ് ക്യാൻ ഗോ, എല്ലാ ഐഡിയാസിനും അതിന് ബദലായിട്ട്, അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട്, അതിനെതിരായിട്ട് ഐഡിയാസ് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ബൈബിളിൽ തന്നെ if you read, you will see that the fool says in his heart, മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല. The fool says in his heart there is no God. So atheism is an old idea. In fact, നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ പല പുരാതന മതങ്ങളും atheistic ആയിരുന്നു. ബുദ്ധിസം, ഡാവോയിസം പോലുള്ള ഐഡിയാസ് atheistic ആയിരുന്നു. Then what is this movement? Why call it new atheism? നവനാസ്തികത എന്ന് പറയുമ്പോൾ ഇതെന്തെങ്കിലും പുതിയതായ ഒരു ഫിനോമിനൻ ആണോ, പുതിയതായ ഒരു ചിന്താശാഖയാണോ? What exactly is new atheism? Before I get to the topic, I want to just read a testimonial that came our way. ഞങ്ങളുടെ ഗ്രേസ് സെൽസിൽ വന്ന ഒരു ടെസ്റ്റിമോണിയൽ, കഴിഞ്ഞിടയ്ക്ക് വന്ന ഒരു ടെസ്റ്റിമോണിയൽ വായിച്ചിട്ട് I will get to the topic. Obviously, നിങ്ങൾക്ക് അതിന്റെ even before I define new atheism, നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം. നവനാസ്തികത എന്താണ്, അതിന്റെ കോർ ക്ലെയിംസ് എന്താണെന്ന് ഒരുപക്ഷെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും ഈ മൂവ്മെന്റിനെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് യുക്തിവാദം എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന മൂവ്മെന്റിനെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ദിസ് ഇസ് എ ടെസ്റ്റിമണി ദാറ്റ് കെയിം ടു ഗ്രേസ് സെൽസ്. ഞാൻ അതിന്റെ ചില ഭാഗം മാത്രം വായിക്കാം. I was a diligent follower of Ravichandran C's videos. In the long run, I was a bit convinced of what he was preaching. Moreover, it was because I was a PhD student in science. I blindly trusted these self-proclaimed free thinkers, and I never cared about counter perspectives. Nevertheless, I accidentally had to watch you folks talking, and that was a huge blow to my conscience. I had to redefine my faith, reignite my dwindling thirst to research about faith in God. Eventually, I am now a billion times stronger, confident, and contented in my faith for Christ. Above all, thank you for helping me rejuvenate and redefine my faith in God. And then he goes on to state a few more things. ഞാൻ ഇപ്പോൾ വായിച്ചത് is one of the several
testimonies that not just Grey Cells, but even other apologetics fronts get on a very regular basis. കാരണം നമ്മുടെ നാട്ടിൽ രവിചന്ദ്രൻ സിയും അതുപോലെ തന്നെ ന്യൂ എയ്ത്തിസ്റ്റ് മൂവ്മെന്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പല സ്പോക്സ്മെനും ചില വർഷങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്ലെയിംസ്, ചില ideas are now being taken apart. The emperor is without clothes. അവർ മുമ്പോട്ട് വെച്ച പല വാദങ്ങളും ഇന്ന് slowly and slowly people are discovering that it does not really carry weight. But before that, what is new atheism? നവനാസ്തികത എന്താണ്? അമേരിക്കൻ ജേർണലിസ്റ്റ് ഗ്യാരി വോൾഫ് ആണ് ആദ്യമായിട്ട് ഈ ഒരു മൂവ്മെന്റിനെ നവനാസ്തികത എന്ന് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. This movement started in the US, അല്ലെങ്കിൽ generally in the West in the early 2000s. 2000കളുടെ ആദ്യമാണ് ഈ ഒരു മൂവ്മെന്റ് particularly യുഎസിൽ തുടങ്ങി മറ്റ് വെസ്റ്റേൺ കൺട്രീസിൽ പോപ്പുലറായി യൂണിവേഴ്സിറ്റികളിലും മറ്റ് വർക്ക് ക്യാമ്പസുകളിലൊക്കെ ഈ നവനാസ്തികരൻ അവകാശപ്പെടുന്ന പബ്ലിക് ഇന്റലക്ച്വൽസ് ദേ ബിക്കേം പോപ്പുലർ. അങ്ങനെയാണ് ഈ ഐഡിയാസും ഈ മൂവ്മെന്റ് ബിക്കേം സ്ട്രോങ്ങർ. The core tenets of this view was basically ഇതൊരു റിയാക്ഷണറി മൂവ്മെന്റ് ആയിട്ട് തുടങ്ങിയ ഒരു ഫിനോമിനൻ ആയിരുന്നു. അതായത് സെപ്റ്റംബർ 9/11 അറ്റാക്സ് കഴിഞ്ഞിട്ട് ഒരു ഇമോഷന്റെ പുറത്ത്, ഒരു വിസറൽ റെസ്പോൺസിന്റെ പുറത്ത് വന്ന ഒരു മൂവ്മെന്റ് ആണ് നവനാസ്തികത. കാരണം ഇതുപോലെ ഈവിൾ അല്ലെങ്കിൽ ഇതുപോലെ ഇൻജസ്റ്റിസ് നടക്കുമ്പോൾ, സഫറിങ് ഉണ്ടാകുമ്പോൾ വേർ ഇസ് ഗോഡ്? നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ മണിപ്പൂരിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ നാം കാണുമ്പോൾ എവിടെയോ നമ്മുടെ ഉള്ളിൽ വി ഓൾസോ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, വേർ ഇസ് ഗോഡ്? പക്ഷേ that's an emotional question, that's an emotional longing for perfection, for justice. ഈ ഒരു ഇമോഷന്റെ പുറത്താണ് സത്യം പറഞ്ഞാൽ ഈ നവനാസ്തികത മൂവ്മെന്റ് തന്നെ ആരംഭിക്കുന്നത്. സോ പേ അറ്റൻഷൻ there. അതൊരു ഇന്റലക്ച്വൽ പ്രസിഡൻസ് അല്ല നവനാസ്തികതയ്ക്കുള്ളത്, മറിച്ച് ഇമോഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഈ ഒരു മൂവ്മെന്റ് ആദ്യം വെസ്റ്റേൺ ലോകത്തിൽ it became strong, it became popular, and that is where the beginning of this movement lies. ഞാൻ ആമുഖമായിട്ട് അധികം സംസാരിക്കാതെ I would dwell straight into the big claims of these new atheists. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 2000കളുടെ ആദ്യത്തിൽ പല റിച്ചർഡ് ഡോക്കിൻസും സാം ഹാരിസും ക്രിസ്റ്റഫർ റിച്ചൻസ് പോലുള്ള പബ്ലിക് ഇന്റലക്ച്വൽസ് അവരുടെ പുസ്തകങ്ങളിൽ കൂടെ ഒക്കെയാണ് ഈ മൂവ്മെന്റ് ഇറ്റ് ബിഗാൻ. ആൻഡ് വെരി സൂൺ നമുക്കറിയാം വെസ്റ്റേൺ ലോകത്തിൽ വരുന്ന ഐഡിയാസ് എല്ലാം ഇവൻച്വലി ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലോബലൈസ്ഡ് വേൾഡ്, അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയിലേക്ക് നമ്മുടെ കേരളം is a front runner to receiving these ideas. കേരളത്തിൽ രവിചന്ദ്രൻ സി എന്ന പേരുള്ള ഇംഗ്ലീഷ് പ്രൊഫസർ ആണ് റിച്ചർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡില്യൂഷൻ, നാസ്തികനായ ദൈവം എന്ന പേരിൽ ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ ഈ മൂവ്മെന്റ്, ഇതിനു മുൻപും യുക്തിവാദികൾ അവകാശപ്പെടുന്ന പല നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ എസൻസ് ഗ്ലോബൽ പോലുള്ള വളരെ ഇൻഫാക്ട് വി ഷുഡ് അപ്രീഷിയേറ്റ് their numbers. They are actually a huge group, right? They have influence across Kerala today. For that you should ideally appreciate them. പക്ഷേ ഈ ഒരു മൂവ്മെന്റ് is more recent, particularly after the translation of this particular book. Now നമ്മുടെ നാട്ടിലേക്ക് ഈ മൂവ്മെന്റ് വന്നിട്ട് അധികമായിട്ടില്ലെങ്കിലും over the years it has gained good popularity in colleges, among young people, യുവാക്കന്മാരിലും particularly ഈ ഒരു മൂവ്മെന്റ് has grown in popularity. ഞാൻ ഇന്ന് അല്പസമയത്തിനുള്ളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ചില പോപ്പുലർ ക്ലെയിംസ്, ഇവർ മുൻപോട്ട് വെക്കാറുള്ള ചില ക്ലെയിംസും അഡ്രസ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ parallelly while I address these claims I also want to present a positive case for Christianity. അതായത് എന്തുകൊണ്ട് നവനാസ്തികത റാഷണലി വീക്ക് ആണെന്ന് മാത്രം കാണിക്കുകയല്ല, മറിച്ച് എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്തുകൊണ്ട് ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസിയാണെന്നതിന് ഉള്ള ചില പോസിറ്റീവ് ആർഗ്യുമെന്റ്സ് മുൻപോട്ട് വെക്കുവാൻ, ആർഗ്യുമെന്റ്സ് കവർ ചെയ്യാൻ നമുക്ക് വി ഡോണ്ട് ഹാവ് ടൈം. പക്ഷെ സം റീസൺസ് വൈ ഐ ആം എ ക്രിസ്ത്യൻ എന്നും I would like to put forward. First of all, what are the characteristics of this movement? Number one, self-branded intellectualism. സ്വയം ഇവർ യുക്തിവാദികൾ എന്ന് വിളിക്കുകയും സ്വയം ഇവർ എന്തോ വലിയ ഭൂജീവികളാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവ്മെന്റ് ആക്ച്വലി കേരളത്തിൽ ഇന്ന് they have actually strengthened their roots.
if you look at all of these characters, Ravichandran Sia ആയാലും അല്ലെങ്കിൽ എസൻസ് ഗ്ലോബലിന്റെ മറ്റ് സ്പീക്കേഴ്സ് ഒക്കെ ആണെങ്കിലും ഇവർ ഏത് വിഷയത്തെ പറ്റി സംസാരിക്കും. അത് സോഷ്യോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കോസ്മോളജി ആണെങ്കിലും ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിലും തിയോളജി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും എവറിത്തിങ് അണ്ടർ ദ സൺ ദീസ് പീപ്പിൾ ആർ എക്സ്പെർട്സ്. ദേ പുട്ട് ദംസെൽസ് ഫോർവേഡ് ആസ് മിസ്റ്റർ നോ ഇറ്റ് ഓൾസ്, ആസ് റാഷണലിസ്റ്റ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഇവർ സ്വയം യുക്തിവാദികൾ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും യഥാർത്ഥത്തിൽ യുക്തിവാദത്തിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് റാഷണലിസത്തിന്റെ ഡെഫിനേഷൻ, ഇഫ് യു ആക്ച്വലി look at the definition of rationalism, ഇവർ യുക്തിവാദികളല്ല. കാരണം സയൻസ്, that I will be addressing later, that സയൻസിലൂടെ മാത്രമേ സത്യം തെളിയിക്കുവാൻ കഴിയൂ എന്നൊക്കെയുള്ള വാദം മറുഭാഗത്ത് അവർ വെക്കുമ്പോൾ ഒരു യുക്തിവാദി, ഒരു ആക്ച്വൽ റാഷണലിസ്റ്റ് അങ്ങനത്തെ ഒരു ക്ലെയിം വെക്കാറില്ല. റാഷണലിസത്തിന്റെ ബേസിക് പ്രീസപ്പോസിഷൻ തന്നെ യുക്തിയിൽ കൂടെ, എംപെരിക്കൽ ഡേറ്റ ഇല്ലെങ്കിലും നമ്മുടെ യുക്തി ഉപയോഗിച്ച്, ലോജിക് ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ അറൈവ് അറ്റ് ട്രൂത്ത്. ദാറ്റ്സ് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് റാഷണലിസം. അത് മാത്രമല്ല, യുക്തിവാദത്തിന്റെ പിതാക്കന്മാരെന്നറിയപ്പെടുന്ന, യുക്തിവാദത്തിന് ആരംഭം നൽകിയ philosophers, Immanuel Kant, René Descartes, Leibniz പോലുള്ള ആൾക്കാർ, they were all Christians, they were all Christian theologians. അപ്പം റാഷണലിസം എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന അതേ വാക്ക് ഇവർ മലയാളത്തിലോട്ട് ആക്കുമ്പോഴത്തേന് വാട്ട് എവർ ദേ ആർ ആക്ച്വലി അറ്റാച്ചിങ് ടു ഇറ്റ്, ദാറ്റ് ഇസ് നോട്ട് യുക്തിവാദം, ദാറ്റ് ഇസ് നോട്ട് rationalism. ഇവർ യുക്തിക്കെതിരെ വാദിക്കുന്ന ഒരു കൂട്ടരാണ്. സോ ദേ are self-branded intellectuals. They pretend to know everything under the sun and they will speak pretty much of all these topics. Particularly ഞാൻ വളർന്നതൊക്കെ is in Bombay. If you come to the north of India, നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോഴത്തേന് അവിടെ സദ്ഗുരുവും അതുപോലത്തെ പല ബാബാമാരും ഗുരുമാരും അവരുടെയൊക്കെ ചില അന്ധഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അവരോടൊക്കെ എത്ര സംസാരിച്ചാലും അവരെ സംബന്ധിച്ച് ഈ വ്യക്തികൾ പറയുന്നതാണ് ദാറ്റ് ഇസ് എവറിത്തിങ്, ദാറ്റ് ഇസ് കറക്റ്റ്, അല്ലെങ്കിൽ ദേ സ്വാളോ വാട്ട് എവർ ദീസ് പീപ്പിൾ ആർ സെയിങ് ഇൻ ബ്ലൈൻഡ് ഫെയ്ത്ത്. ഐറോണിക്കലി ഈ സ്വയം യുക്തിവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവര് മതവിശ്വാസികളെ അന്ധവിശ്വാസികൾ എന്നും ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് വിളിക്കുമ്പോൾ ദ ജോക്ക് ഈസ് ഓൺ ദം ദാറ്റ് ഇവരുടെ ഫോളോവേഴ്സ് ആണ്. നിങ്ങൾ ക്ലബ് ഹൗസിലും മറ്റ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പല പ്രൊഫൈലുകളിലും ഇവരുടെ ഫോളോവേഴ്സിന്റെ ഒക്കെ പ്രൊഫൈൽ തുറന്നു നോക്കിയ ബ്ലഡി ഏത്തിസ്റ്റ്, സയന്റിഫിക് ടെമ്പർ, അങ്ങനത്തെ ഒക്കെ വാക്കുകളാണ്, ദാറ്റ് സ്റ്റാർ ഡസ്റ്റ്, ആ രീതിയിലാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. ദാറ്റ് ഇസ് എ കൾട്ട്, ഇറ്റ്സ് എ കൾട്ട് മൂവ്മെന്റ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു വ്യക്തിയിൽ കേന്ദ്രിതമായി ഒരു കൾട്ട് മൂവ്മെന്റ് ആണ് ഈ ന്യൂ എയ്ത്തീസം. And as I said, right, if you see a Ravichandran C or a Maitreyan, ഇവരുടെ ഒക്കെ വീഡിയോസ് ഒക്കെ നാം കാണുമ്പോൾ എല്ലാ വിഷയങ്ങളെ പറ്റിയും യാതൊരു റെഫറൻസും കൂടാതെ യാതൊരു സൈറ്റേഷനും കൂടാതെ they are willing to speak and they have a huge following who is willing to accept what they are saying. Now, that is first characteristic, self-branded intellectualism. Number two is fear of public confrontation. സ്വയം യുക്തിവാദികൾ എന്ന് വിളിക്കുമ്പോഴും സ്വയം when they call themselves as ഇന്റലക്ച്വൽസ്, ഇവരൊരു പബ്ലിക് ഡിബേറ്റിനോ പബ്ലിക് കൺഫ്രണ്ടേഷനോ ഒരിക്കലും മുൻപോട്ട് വരാറില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇത്ര വർഷങ്ങളായി നവനാസ്തികത കേരളത്തിൽ എവറി ഇയർ ദേ ആർ ഡൂയിങ് ബിഗ് ഇവന്റ്സ്. പക്ഷെ ഈവൻ ഇഫ് ഒരു അല്പം സോഫ്റ്റ് കോർണർ അവരോടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ സെഷൻ കേൾക്കുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. ഇറ്റ് ഇസ് ഓൾവേസ് ക്ലോസറ്റ് ടോക്ക്. അവരുടെ മുറികളിൽ ഇരുന്നു കൊണ്ട് അവരുടെ വീഡിയോ ക്യാമറ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വൺ വേ ടോക്ക്, മേ ബി ദേ ആർ ഗിവിംഗ് ടോക്സ് ഇൻ കോളേജസ് ഓർ വാട്ട് എവർ, ഒരിക്കലും ഒരു പബ്ലിക് ഡിബേറ്റിൽ ഇവർ മുൻപോട്ട് വരാറില്ല. particularly ഇവരുടെ മെയിൻ വ്യക്തിയായിരിക്കുന്ന Ravichandran C. And the reason I'm taking out his name is because he is actually the face of this movement. Western ലോകത്തിൽ ഡോക്കിൻസ് ഏത് രീതിയിലാണോ ന്യൂ എയ്ത്തീസം, അവിടെ ഡോക്കിൻസ് became the face. കേരളത്തിൽ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഈ മൂവ്മെന്റിലെ വ്യക്തി RC. ഇദ്ദേഹം ഒരിക്കലും അപ്പോളജറ്റിക്സിൽ ആക്റ്റീവായി നിൽക്കുന്ന പലരും ഇദ്ദേഹത്തെ ഡിബേറ്റിന് ക്ഷണിച്ചിട്ട് പോലും ഇദ്ദേഹം ഒരിക്കലും ഒരു ഡിബേറ്റിന് മുൻപോട്ട് വന്നിട്ടില്ല. വാട്ട് ഡസ് ദാറ്റ് സേ അബൌട്ട് this movement? What does that say about these intellectuals? That they are not willing for a public confrontation. കാരണം മറ്റൊന്നുമല്ല, വർഷങ്ങളായിട്ട് ഇവര് മുൻപോട്ട് വെച്ച പല അബദ്ധങ്ങളും പല തെറ്റായ സ്യൂഡോ സയൻസും സ്യൂഡോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വ്യൂസും are already being debunked, and they know that if they come out in the open, they cannot defend what they have already written down in print or have spoken. So self-branded intellectualism, fear of public confrontation, and third, just as I mentioned, promoting pseudo science and pseudo history.
ഇവർ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പല തെറ്റായ വ്യൂസും, എസ്പെഷ്യലി സ്യൂഡോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വ്യൂസ്, സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള വ്യൂസ് കേരളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്ന പല ആൾക്കാരുണ്ട്, പല മതങ്ങളിലും ഉണ്ട്. ഐ വുഡ് സേ ദാറ്റ് ഈവൻ ക്രിസ്ത്യാനിറ്റിയിൽ പോലും പല ക്രിസ്ത്യൻ സ്പീക്കേഴ്സ് ഐ ഹവ് സീൻ, ആൻഡ് ഐ ഡോണ്ട് ബ്ലെയിം ദം ബിക്കോസ് സയൻസ് ഇസ് നോട്ട് ദെയർ ഫീൽഡ്. തെറ്റായ സയന്റിഫിക് ധാരണകൾ പ്രചരിപ്പിക്കുന്ന there are people across belief systems. But the problem with new atheists, that this is the biggest problem that I have with them, is that they claim to be the spokesman of science. അതായത് ഇവരുടെ എല്ലാ പ്ലാറ്റ്ഫോംസിന്റെ പേരുകളും അല്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനൽസിന്റെ പേരുകളൊക്കെ കണ്ട സയന്റിഫിക് ആയിട്ടുള്ള പേരുകളൊക്കെ കൊടുത്തിട്ട് ഇവര് സയൻസ് ആണ് സംസാരിക്കുന്ന എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് റിലീജിയന് ബദലായിട്ട് ഇവര് മുൻപോട്ട് വെക്കുന്ന സയൻസ് ആണ്, ഞങ്ങളാണ് സയൻസിന്റെ വക്താക്കള്, അല്ലെങ്കിൽ ഞങ്ങളാണ് സയൻസ് ഞങ്ങളുടെ കുത്തകയാണെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവർ പ്രചരിപ്പിക്കുന്നത് ശുദ്ധമായ സ്യൂഡോ സയൻസ് ആണ്. പർട്ടിക്കുലർലി വെൻ ഇറ്റ് കംസ് ടു തിങ്സ് ലൈക്ക് മൾട്ടിവേഴ്സ്. ഇപ്പം വെൻ യു ടോക്ക് അബൌട്ട് ദ ഫൈൻ ട്യൂണിങ് ഓഫ് ദ യൂണിവേഴ്സ്, ഞാൻ അതിനെ പറ്റി പിന്നീട് സംസാരിക്കാം. അതായത് നാം കാണുന്ന പ്രപഞ്ചം ഈസ് പ്രിസൈസ്ലി ഡിസൈൻഡ്. ഈ പ്രപഞ്ചത്തിന്റെ പല ആട്രിബ്യൂട്ട്സും പല പാരാമീറ്റേഴ്സും പ്രിസൈസ്ലി ഫൈൻ ട്യൂൺഡ്, അല്ലെങ്കിൽ ലൈഫ് ഇസ് നോട്ട് പോസിബിൾ. when we put out these arguments, ഇവർ മുൻപോട്ട് വെക്കുന്ന മൾട്ടിവേഴ്സ് പോലുള്ള തിയറീസ്, അതായത് there are so many universes, there are millions and millions of universes, അതിൽ ഒരു യൂണിവേഴ്സ് മാത്രമാണ് നാം ഈ ജീവിക്കുന്ന യൂണിവേഴ്സ്. ഇതുപോലുള്ള തിയറീസ് ആർ നോട്ട് സയന്റിഫിക്. In fact, they are not based on evidence. There is zero evidence, but they confidently push this. Evolutionനെ പറ്റി പറയുമ്പോൾ evolutionary biology is science, പക്ഷെ ഇവർ എവല്യൂഷന്റെ പേരിൽ ഇവർ മുൻപോട്ട് വെക്കുന്ന വ്യൂസ്, അതായത് ധാർമ്മികതയും മനുഷ്യന്റെ യൂണീക്നെസ്സും ഒക്കെ എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും കഴിയാത്ത കാര്യങ്ങൾ പോലും എവല്യൂഷന്റെ പേരിൽ പറഞ്ഞു വെക്കുന്നത് ഇത് പക്കാ സ്യൂഡോ സയൻസ് ആണ് ഇവര് കേരളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. So they propagate pseudoscience, they propagate pseudo history. When you talk about church and science, historically ഇവരെഴുതിയ പുസ്തകങ്ങളിൽ പോലും യാതൊരു ഉളുപ്പുമില്ലാതെ പല തെറ്റായ ധാരണകൾ ശാസ്ത്രത്തെ പറ്റിയും ചർച്ചിന്റെ ഹിസ്റ്ററിയെ പറ്റിയും ഇവര് എഴുതി വിട്ടതിന് യാതൊരു മാപ്പും അല്ലെങ്കിൽ പബ്ലിക് അപ്പോളജി they have not stated. That church has opposed science. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസ്, ആക്ച്വൽ അക്കാഡമിക് ലോകത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ ഹിസ്റ്റോറിയൻസും, അവർ നിരീശ്വരവാദികളാണെങ്കിലും ഈശ്വരവാദികളാണെങ്കിലും വാട്ട് എവർ ബി ദർ ഫെയ്ത്ത് ബാക്ക്ഗ്രൗണ്ട്, അവരെല്ലാം അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് that Christianity gave rise to modern science. Popular philosopher of science, atheist, നിരീശ്വരവാദിയായിരുന്ന മൈക്കിൾ റൂസിന്റെ വാക്കുകളിൽ modern science owes its being to Christianity. അതായത് ക്രിസ്ത്യാനിറ്റി ഇല്ലായിരുന്നെങ്കിൽ മോഡേൺ സയൻസ് ഇല്ല. റൈറ്റ്? ഇത് ഇന്ന് ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസിന്റെ കൺസെൻസസ് ആണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ അക്കാഡമിയെ തന്നെ സ്കോഫ് ചെയ്തുകൊണ്ട്, അക്കാഡമിക് ലോകത്തെ തന്നെ പുച്ഛിച്ചുകൊണ്ടാണ് ഇവരുടെ വാദങ്ങൾ ഇവർ മുൻപോട്ട് വെക്കുന്നത്. യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുള്ള വാദം ഇന്ന് ജീവിച്ചിരിക്കുന്ന ക്ലാസിസിസ്റ്റോ ഹിസ്റ്റോറിയൻസോ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനും, അഗെയിൻ അവർ നിരീശ്വരവാദികളോ വാട്ട് എവർ ബി ദർ ബാക്ക്ഗ്രൗണ്ട്, PhD ഉള്ള യൂണിവേഴ്സിറ്റികളിൽ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന ഒരു ഹിസ്റ്റോറിയൻ പോലും യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുള്ള വാദം ഉന്നയിക്കുന്നില്ല. പക്ഷേ ആ വാദം നിങ്ങൾക്ക് നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിൽ കാണുവാൻ കഴിയും. സോ ദീസ് പീപ്പിൾ ആർ പ്രൊമോട്ടിംഗ് ദീസ് സ്യൂഡോ സയന്റിഫിക്, സ്യൂഡോ ഹിസ്റ്റോറിക്കൽ, ആൻഡ് അത് സ്യൂഡോ സയന്റിഫിക്, സ്യൂഡോ ഹിസ്റ്ററി മാത്രമല്ല, അബൌട്ട് ദ പ്രസന്റ്, ഇന്നത്തെ ലോകത്തെ പറ്റി പോലും ഒരു സെക്കൻഡ് തോട്ട്സും ഇല്ലാതാണ് ഇവർ കള്ളത്തരങ്ങൾ പറഞ്ഞു വിടുന്നത്. ഐ തിങ്ക് സം ടൈം ബാക്ക് നടൻ ശ്രീനിവാസൻ പറഞ്ഞ ഒരു വീഡിയോ വാസ് വൈറൽ, ദാറ്റ് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ചെന്നാൽ അവിടെ they have left religion, right, that they have deserted religion. അവിടെ കൂടുതലും നിരീശ്വരവാദികളാണ്. പക്ഷെ ഒരു ഗൂഗിൾ സെർച്ചിൽ തീരാനുള്ള കാര്യമേ ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി അത്രയും ചിന്തകള് ഞാൻ കഴിഞ്ഞ ആഴ്ച ഐ സോ എ ക്രിസ്ത്യൻ പാസ്റ്റർ who was preaching again in Malayalam, and he also mentioned this thing that Scandinavia there are a lot of atheists. That is not true. I mean, these things can be verified with a quick Google check. So self-branded intellectualism, fear of public confrontation, and promoting pseudoscience and pseudo-history, these are some of the key characteristics of new atheism. Now coming to some of the claims. സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ചില ക്ലെയിംസ് മാത്രം ഞാൻ വേഗത്തിൽ I would quickly address. First 3 claims that I will address, ആദ്യം ഞാൻ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 3 claims is from a general sense. അതായത് ജനറലി ദൈവവിശ്വാസത്തിനെതിരെ ഇവർ ഉന്നയിക്കുന്ന ക്ലെയിംസ്, ബ്രോഡ്ലി സ്പീക്കിംഗ്.
And a final few claims would be particularly against Christianity. അതായത് ആദ്യം ഇവര് ദൈവവിശ്വാസത്തിന് എതിരെയും അല്ലെങ്കിൽ ജനറൽ ആയിട്ടും ഉന്നയിക്കുന്ന ക്ലെയിംസ്, നിങ്ങൾ ഒരുപക്ഷെ ഇത്രയും ക്ലെയിംസ് പലപ്പോഴായിട്ടും when you're talking with your friends you might have heard these claims, and how can you respond to them? എങ്ങനെ നിങ്ങൾക്ക് ആ ക്ലെയിംസിന് മറുപടി നൽകുവാൻ കഴിയും? And finally ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻ വിശ്വാസത്തിന് എതിരായിട്ട് മെയിനായിട്ടും ഇവർ ഉന്നയിക്കുന്ന ക്ലെയിംസ്. നമ്പർ 1 is that science is the only way to truth. സത്യത്തിലേക്ക് അഥവാ നോളജിലേക്ക് ഏക മാർഗം എന്ന് പറയുന്നത് സയൻസ് മാത്രമാണ്. ശാസ്ത്രത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സത്യങ്ങളെയും നോളജും ഗെയിൻ ചെയ്യാൻ കഴിയൂ എന്നുള്ള വാദം. ദിസ് ഈസ് കോൾഡ് സയന്റിസം. ഇത് സയൻസ് അല്ല, ഇതിനെ വിളിക്കുന്നത് സയന്റിസം. സയൻസിന് മാത്രമാണോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സയൻസിലൂടെ ക്യാൻ യു കം ടു നോ മോറൽ ഡിസിഷൻസ് അല്ലെ, മൊറാലിറ്റി ക്യാൻ യു കം ടു നോ ത്രൂ സയൻസ്? that murder is wrong or assaulting a child is wrong അല്ലെ, കൊലപാതകം എന്ന് പറയുന്നത് മോറലി തെറ്റാണ്, ഇത് സയൻസിന് തെളിയിക്കുവാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇന്നും ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഫീൽഡുകളിൽ, ആർട്ടിഫിഷ്യൽ AI പോലുള്ള ഫീൽഡ്സിൽ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന പ്രോബ്ലംസ് ആർ ബേസിക്കലി ടു ഡു വിത്ത് മൊറാലിറ്റി. കാരണം സയൻസിന് മോറൽ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുവാൻ കഴിയില്ല. ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ ഡ്രൈവർലെസ് കാർ, ഒരു ഡ്രൈവർലെസ് കാർ ഇന്ന് ആ ടെക്നോളജി ഉണ്ട്, പക്ഷേ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ കാറ് ഈസ് കമ്മിങ് ടു എ സിറ്റുവേഷൻ ഓഫ് ആൻ ആക്സിഡന്റ്, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ ഒരു കുട്ടി മരിക്കും, റൈറ്റിലോട്ട് തിരിഞ്ഞാൽ ഒരു പ്രായമുള്ള ഒരാൾ വുഡ് ഡൈ. ആ ഒരു സിറ്റുവേഷനിൽ യു വിൽ ഹാവ് ടു പ്രോഗ്രാം വാട്ട് ടു ഡു. അപ്പൊ സയന്റിഫിക്കലി നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല, കിൽ ദ ചൈൽഡ് ഓർ കിൽ ദ മാൻ, റൈറ്റ്? So that is a roadblock that artificial intelligence has today, that it cannot decide on moral questions. Moral questions cannot be decided on science. Mathematical knowledge cannot be decided on science. അതായത് ഇപ്പം മാത്തമാറ്റിക്സ് സയൻസ് പ്രീസപ്പോസ് ചെയ്യുകയാണ്. മാത്സ് സയൻസ് കണ്ടുപിടിച്ചതല്ല, മാത്സ് ഇൻവെന്റ് ചെയ്തതല്ല, മാത്സ് ഓൾറെഡി ഉണ്ട് അല്ലെ. അതായത് ലോകത്തിൽ ഒരു മനുഷ്യനും ഇല്ലെങ്കിലും before any human beings were on earth, നമ്മളൊരു sphere if you're creating a sphere, or let's say if you're creating a circle, ആ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. പൈയുടെ വാല്യൂ ഇസ് 22/7, right? ആ വാല്യൂസ് ആർ ഓൾറെഡി there. അത് നമ്മൾ, I'm sorry if I'm confusing you, but mathematics എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് ഇൻവെന്റ് ചെയ്തൊരു സംഭവമല്ല. മാത്തമാറ്റിക്സ് ഇസ് ഓൾറെഡി there in the universe. നാം കാണുന്ന പ്രപഞ്ചത്തിലും നാം കാണുന്ന പ്രകൃതിയിലും മാത്തമാറ്റിക്കൽ ലോസ് ആർ ഓൾറെഡി there. അതുകൊണ്ട് മാത്തമാറ്റിക്കൽ നോളജ് സയൻസ് പ്രൂവ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ സയൻസ് കണ്ടെത്തുന്നതല്ല, സയൻസ് അത് അസ്യൂം ചെയ്യുകയാണ്. ലോജിക്കൽ ട്രൂത്ത്സ്, ലോജിക്കൽ ആയിട്ടുള്ള ആക്സിയംസ് സയൻസ് കണ്ടുപിടിക്കുന്നതല്ല, സയൻസ് ഓൾറെഡി പ്രീസപ്പോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ദിസ് ക്യാൻ ബി ഈസിലി ഡിബങ്ക് ദാറ്റ് സയൻസ് ഇസ് നോട്ട് ദി ഓൺലി വേ ടു ട്രൂത്ത്. മറിച്ച് സയൻസിന് കണ്ടുപിടിക്കാൻ കഴിയുന്നത്, സയൻസിന് പഠിക്കുവാൻ കഴിയുന്ന ഡൊമെയിൻ മാത്രമേ സയൻസ്, അതായത് ഫിസിക്കൽ റെൽം, നാച്ചുറൽ റെൽമിന് ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ സയൻസിന് പഠിക്കുവാൻ കഴിയത്തുള്ളൂ. സയൻസ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ സ്പേസ്, ടൈം ആൻഡ് മാറ്റർ. അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ചില രോഗങ്ങൾക്ക്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ക്യൂർ എന്നില്ല, പക്ഷെ നാളെ സയൻസ് അത് കണ്ടെത്തുമോ? തീർച്ചയായിട്ടും കണ്ടെത്താം, കാരണം അത് നാച്ചുറൽ സ്ഫിയറിന് ഉള്ളിലുള്ള കാര്യമാണ്. പക്ഷെ കോൺഷ്യസ്നെസ് എന്താണ്? ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് അല്ലെ, കോൺഷ്യസ്നെസ് വാട്ട് എക്സാക്ട്ലി ഇസ് ഇറ്റ്? ക്യാൻ സയൻസ് എക്സ്പ്ലെയിൻ കോൺഷ്യസ്നെസ്? ഇന്നല്ല നാളെയും സയൻസിന് അത് പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, കാരണം കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സയൻസിന് പഠിക്കുവാൻ കഴിയൂ. അത് മാത്രമല്ല, when you talk about the origin of the universe, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി നാം സംസാരിക്കുമ്പോൾ, ദൈവവിശ്വാസികൾ അല്ലാത്ത ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന കോസ്മോളജിസ്റ്റുകൾ, മാർസലോ ഗ്ലീസറോ പോലെ ഉള്ള കോസ്മോളജിസ്റ്റ്, they themselves admit that is not a question of science. കാരണം when you talk about Big Bang, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി നാം പറയുമ്പോൾ ആ പോയിന്റിലാണ് സ്പേസ്, ടൈം, മാറ്റർ ബിഗാൻ ടു എക്സിസ്റ്റ്. അതിന് മുൻപെന്ന് പറയാൻ പറ്റില്ല, കാരണം മുൻപെന്നും പിൻപെന്നും പറയുന്നത് ടൈമിനുള്ളിലാണ്. ബട്ട് ഫോർ ദ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ്, പ്രപഞ്ചം നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ് ഫിസിക്കൽ റെൽം ഇല്ല, നാച്ചുറൽ റെൽം ഇല്ല. പക്ഷെ നാച്ചുറൽ റെൽം ഇല്ല എങ്കിൽ വാട്ട് എവർ ഇസ് ബിഫോർ ദ യൂണിവേഴ്സ് cannot be subjected to scientific study. I hope it is clear. The beginning of the universe, or whatever is before the universe, നമുക്ക് ഇന്ന് അറിയാവുന്ന സയൻസിന്റെ ഡൊമെയിനുള്ളിൽ വരുന്ന കാര്യമല്ല. സയൻസ് പഠിക്കുന്നത് ടൈമും സ്പേസും മാറ്റർ ഉണ്ടെങ്കിൽ സയൻസ് ക്യാൻ ബി അപ്ലൈഡ്. വെൻ ദർ ഇസ് നോ സ്പേസ് ടൈം മാറ്റർ, പ്രപഞ്ചം is nothing but space time matter.
സ്പേസ് ടൈം മാറ്റർ ഇല്ലാത്ത ഒരു റിയാലിറ്റിയെ സയൻസിന് പഠിക്കുവാനോ സയൻസിന് ഇൻഫർ ചെയ്യുവാനോ കഴിയില്ല. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് സയൻസ് കനോട്ട് ഡിസൈഡ്, സയൻസ് കനോട്ട് നോ. സോ ഇവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഒരു വാദം ദാറ്റ് സയൻസ് ഇസ് ദി ഓൺലി വേ ടു ട്രൂത്ത് ഈസ് ഫോൾസ്. അത് മാത്രമല്ല, വെൻ യു ടോക്ക് അബൌട്ട് what exactly science is only answering the how question. എങ്ങനെയാണ് നേച്ചർ അല്ലെങ്കിൽ ഫിസിക്കൽ റെൽം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഉള്ള ആ ഹൗ ക്വസ്റ്റ്യൻ മാത്രമാണ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സയൻസ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ വൈ ക്വസ്റ്റ്യൻ. ഒരു ക്വിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ഞാനൊരു കെറ്റിലിൽ വെള്ളം ഓർ ഇൻ എ സ്റ്റീൽ വെസൽ ഐ ആം ബോയിലിംഗ് സം വാട്ടർ, ഞാൻ അല്പം വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുവാൻ കഴിയും അവിടെ എന്താണ് നടക്കുന്നത്. ആൻഡ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദ പ്രോസസ് അല്ലെ. ദർ ഇസ് ഹീറ്റ് ഓർ ദർ ഇസ് ഫയർ ബിനീത്ത് ദ fire at the stove, and the metal is a good conductor of heat. That heat is transferred to the water molecules react. അതിന്റെ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബോയിലിംഗ് ടെമ്പറേച്ചർ ആകുമ്പോഴത്തേന് വെള്ളം തിളയ്ക്കുന്നു എന്ന് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്താലും അതിന്റെ ഹൗ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ആ പ്രോസസ് നടക്കുന്നത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് അത് വൈ ഇസ് ഇറ്റ് ബോയിലിംഗ് എന്ന ചോദ്യത്തിന് ഉത്തരം only I can answer. I can say that it is because I want to drink a cup of coffee. ഇത് നിങ്ങൾ ആ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന കാര്യം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താലും ഒരു കാപ്പി കുടിക്കാൻ വേണ്ടിയാണ് ആ വെള്ളം ഞാൻ തിളപ്പിക്കുന്ന ഉള്ള ആ ഉത്തരത്തിലേക്ക് സയൻസിന് എത്തുവാൻ കഴിയത്തില്ല. സോ വെൻ യു ലുക്ക് അറ്റ് ദ യൂണിവേഴ്സ്, ഈ യൂണിവേഴ്സിലേക്ക് തന്നെ നോക്കുമ്പോൾ there is a famous philosophical question, why is there something rather than nothing? ഒന്നുമില്ലായ്മയ്ക്ക് പകരം എന്തെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഈസ്, എനിത്തിങ് എക്സിസ്റ്റ് അറ്റ് ഓൾ. അത് മാത്രമല്ല, എനിത്തിങ് ഇറ്റ്സ് നോട്ട് ഓൺലി ദാറ്റ് എനിത്തിങ് എക്സിസ്റ്റ് or that something exists, rather it exists with so much perfection, with so much ingenuity, with so much craft, and so much of an intelligent life. How is it even possible? Why is it existing? The why question can only be answered by a personal agent behind it. അതുകൊണ്ട് സയൻസിന് why ക്വസ്റ്റ്യനിലേക്ക് എത്തുവാൻ കഴിയില്ല. So science is the only way to truth is a claim that is debunked. Number two, that science is also related to the first one, that science has disproved God. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഒരു പബ്ലിക് പെർസെപ്ഷൻ ആയി പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. ശാസ്ത്രം, എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, കാരണം ശാസ്ത്രം ദൈവമില്ല എന്ന് പറയുന്നു. അങ്ങനെ ശാസ്ത്രം പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സയന്റിഫിക് ടെക്സ്റ്റ് ബുക്കിൽ, ഏതെങ്കിലും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിനോമിനോ, സയന്റിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തമോ ദൈവത്തിനെതിരായിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സയൻസിന് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ടുപിടിക്കുവാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇറ്റ് ക്യാൻ ഓൺലി എക്സ്പ്ലെയിൻ ദ നാച്ചുറൽ ഫിസിക്കൽ ഫിനോമിനൻ. ദൈവത്തെപ്പറ്റി നാം സംസാരിക്കുമ്പോൾ ദൈവം ഈ ഫിസിക്കൽ ഫിനോമിനന്റെ കോസാണ്. ഇപ്പം എന്റെ മുൻപിലിരിക്കുന്ന ഈ കപ്പോ അല്ലെങ്കിൽ there's a laptop with me, ഈ ലാപ്ടോപ്പിനുള്ളിലല്ല ഈ ലാപ്ടോപ്പ് എഞ്ചിനീയർ ഉള്ളത് അല്ലെ, അല്ലെങ്കിൽ ഈ കപ്പ് ക്രാഫ്റ്റ് ചെയ്ത ആളുള്ളത്, ഈ മഗ് ക്രാഫ്റ്റ് ചെയ്ത ആള് is not a part of the system. He has to be outside of that system and he has to be independent of that system. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തെ, ഈ ഫിസിക്കൽ റെൽമിനെ ക്രിയേറ്റ് ചെയ്ത, ഫിസിക്കൽ റെൽം എന്ന് പറയുമ്പോൾ സ്പേസ് ടൈം മാറ്ററിനെ ക്രിയേറ്റ് ചെയ്ത വാട്ട് എവർ ഈസ് ദ ബീയിങ് ഹാസ് ടു ബി സ്പേസ്ലെസ്, ടൈംലെസ്, ഇമ്മെറ്റീരിയൽ. അങ്ങനെയാണെങ്കിൽ സയൻസിന്റെ ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ദൈവത്തെ ഒതുക്കുവാൻ കഴിയില്ല. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് നവനാസ്തികർ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ശാഠ്യം പിടിക്കുന്ന. മറിച്ച് as I said, atheist ഫിലോസഫേഴ്സും അക്കാഡമിക് ലോകത്തിൽ നിരീശ്വരവാദികളായിട്ട് ഉള്ള ആൾക്കാരൊന്നും ഇത്തിരി വാദം, അതായത് സയന്റിഫിക് ആയിട്ട് ദൈവത്തെ തെളിയിക്കണം എന്നുള്ള ഒരു വാദം ഉന്നയിക്കാറില്ല. കാരണം സയൻസിന്റെ പരിമിതിക്കുള്ളിൽ, സയൻസിന്റെ ബൗണ്ടറിക്കുള്ളിൽ വരുന്ന ഒരു റിയാലിറ്റി അല്ല ദൈവം. It's science. So when I say that, I will also have to say that science cannot prove God either. Science cannot disprove God. At the same time, സയൻസിന് ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ഒതുക്കി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവത്തെ I will not worship, because God cannot be studied with human invention, which is science. Science is a human endeavor, right? പക്ഷേ സയന്റിഫിക് ആയിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും കൃത്യമായിട്ട് ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. Science cannot put God in a test tube. But what I'm saying is, സയൻസ് ഇന്ന് കണ്ടുപിടിച്ച പല സത്യങ്ങളും ദൈവത്തിന്റെ എക്സിസ്റ്റൻസിലേക്ക് ഇറ്റ് ഈസ് പോയിന്റിങ്. വൺ ഓഫ് ദം ഈസ് ദ ബിഗ് ബാങ് കോസ്മോളജി. 20ാം നൂറ്റാണ്ട് വരെ
പല ഫിസിസിസ്റ്റുകളും പല സയന്റിസ്റ്റുകളും എല്ലാം വിശ്വസിച്ചിരുന്നത് ഈ പ്രപഞ്ചം ഇറ്റേണൽ ആയിരുന്നു, ഈ പ്രപഞ്ചത്തിന് ഒരു ആരംഭമില്ല, ദാറ്റ് ദ യൂണിവേഴ്സ് ഡിഡ് നോട്ട് ബിഗിൻ ടു എക്സിസ്റ്റ്, ഇത് എക്കാലത്തും ഇങ്ങനെ ഇറ്റേണൽ ആയിട്ട് തന്നെ യൂണിവേഴ്സ് ഉണ്ടായിരുന്നു എന്നായിരുന്നു അന്ന് വരെയുള്ള മെയിൻ ഐഡിയ. അതുകൊണ്ട് തന്നെയാണ് പല പുരാതന മതങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഹിന്ദുയിസം പോലുള്ള പല റിലീജിയൻസ് നാം നോക്കുമ്പോൾ ആ വേൾഡ് വ്യൂസ് എല്ലാം തന്നെ they all held the universe to be eternal. അതുകൊണ്ടാണ് ഹിന്ദുയിസത്തിൽ യൂണിവേഴ്സിനെ ബ്രഹ്മമായിട്ട് ഇക്വിവൊക്കേറ്റ് ചെയ്യുന്നത്, ടു ഷോ ദാറ്റ് ദ യൂണിവേഴ്സ് ഇസ് ഇറ്റേണൽ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പോലും അന്ന് പുരാതനമായ മതങ്ങളെല്ലാം തന്നെ പ്രപഞ്ചത്തിന് ഒരു ആരംഭമില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ സൂര്യനോ ചന്ദ്രനോ എന്താണെന്നുള്ള ബോധ്യം മനുഷ്യർക്കില്ല. അതുകൊണ്ടാണ് ഹിന്ദു മിത്തോളജിയിലൊക്കെ സൂര്യദേവനും ചന്ദ്രദേവനും ഒക്കെ നാം പറയുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ മനുഷ്യൻ നോക്കുമ്പോൾ രാവിലെ ഒരുവൻ നല്ല തേജസ്സോടെ, the sun is rising, the sun is setting, the moon is traveling, ഇത് കാണുന്ന മനുഷ്യന് ഇതെന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് അതിനെയെല്ലാം ലീവിങ് എൻറ്റിറ്റീസ് ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ ആരാധിച്ചു. പക്ഷെ ആ കാലഘട്ടത്തിൽ മോശയ്ക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, അല്ലെങ്കിൽ മോശയ്ക്കും ദിസ് ഇസ് ബിഫോർ സയൻസ്. പക്ഷേ the Bible clearly states that God created the sun, God created the moon, God created the universe, that the universe began to exist എന്ന ആ വ്യൂ കൃത്യമായിട്ട് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. സോ ഇത് 20th centuryയുടെ ആദ്യം വരെ all scientists generally held that the universe was eternal. പക്ഷേ in the beginning of the 20th century, ജോർജ് ലെമത്തോർ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കാത്തലിക് പ്രീസ്റ്റും ഫിസിസിസ്റ്റുമായിരുന്ന ജോർജ് ലെമത്തോർ ആണ് ആദ്യമായിട്ട് ബിഗ് ബാങ് സിദ്ധാന്തം മുൻപോട്ട് വെക്കുന്നത്. അദ്ദേഹം ബിഗ് ബാങ് സിദ്ധാന്തം മുൻപോട്ട് വെക്കുമ്പോൾ എതിർചേരിയിൽ ഉണ്ടായിരുന്ന പ്രശസ്തരായ നിരീശ്വരവാദികളായ ഫിസിസിസ്റ്റ് സർ ഫ്രെഡ് ഹോയിൽ പോലുള്ള ആൾക്കാർ, ദേ ആർഗ്യൂഡ് ദാറ്റ് ഈ ജോർജ് ലെമത്തോർ ഒരു കത്തോലിക്ക പുരോഹിതനായതുകൊണ്ട് അദ്ദേഹം ജനസിസ് ഉൽപ്പത്തി പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫ്രെഡ് ഹോയിൽ കളിയാക്കി വിളിച്ച പേരാണ് ബിഗ് ബാങ്. ആ പേരിലാണ് ഇന്ന് ആ സിദ്ധാന്തം നാം ദാറ്റ്സ് ഹൗ വി നോ ഇറ്റ്. പക്ഷെ കാലം പിന്നെയും മുൻപോട്ട് പോയി. 1978 എക്സ്പെരിമെന്റൽ കൺഫർമേഷനുമായിട്ട് അർണോ പെൻസിയാസ് എന്ന ഫിസിസിസ്റ്റ് കെയിം ഫോർവേഡ് വിത്ത് കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് വേവ് റേഡിയേഷൻ, ആൻഡ് ദാറ്റ് was an experimental proof for the Big Bang. In the Big Bang is the standard model of cosmology that physicists agree that the universe began to exist. ആ കണ്ടുപിടുത്തം മുൻപോട്ട് വെച്ചത് അർണോ പെൻസിയാസ് ആണ്. അദ്ദേഹത്തിന് 1978 ആ കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം കിട്ടുന്നത്. ആ നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞിട്ട് ന്യൂയോർക്ക് ടൈംസുമായിട്ട് നടത്തുന്ന ഒരു ആഭിമുഖ്യത്തിൽ അദ്ദേഹം in his own words ഈ ഒരു സത്യം that the universe began to exist, ഇത് ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ in his words it is contained in the book of Genesis. So the Bible was or the biblical theism is very clearly pointing to a beginning of the universe, which is now confirmed by Big Bang cosmology. So സയൻസിലെ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ബിഗ് ബാങ് പോലുള്ള കണ്ടുപിടുത്തങ്ങൾ is clearly disproving the claim that science has buried God. ഇവർ മുൻപോട്ട് വെക്കുന്ന അവകാശവാദം ശാസ്ത്രം ദൈവത്തെ നിഷേധിക്കുന്നു എന്നുള്ള ക്ലെയിം is clearly debunked. So I just stated one particular claim, but there are more such findings. One would be the fine tuning of the universe. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ that the universe is precisely fine tuned. ഈ പ്രപഞ്ചം the way it is working is tuned to extreme precision. അതായത് there are some fundamental constants. ഈ യൂണിവേഴ്സ് ചലിക്കുന്ന രീതിയിൽ അത് ചലിക്കുവാൻ കാരണമായി നിൽക്കുന്ന ചില ഫണ്ടമെന്റൽ കോൺസ്റ്റന്റ്സ്. നിങ്ങൾ ഒരുപക്ഷെ സയൻസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ you would have studied about the gravitational constant, the Planck's constant, the mass of an electron. ഈ values ഒക്കെ precisely has to be in a very narrow range for life to exist. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ മാത്രം വേഗത്തിൽ in the interest of time I would state, which is the gravitational constant. Gravitational constant ആണ് which makes the gravitational force possible. അതായത് ഈ ഭൂമിയും മറ്റ് ഗോളങ്ങളും മറ്റ് പ്ലാനറ്റ്സ് എല്ലാം കൃത്യമായിട്ട് in the solar system is orbiting the sun. അത് സാധ്യമാക്കുന്നത് അല്ലെങ്കിൽ അത് പോസിബിൾ ആക്കുന്നത് is what is called a fundamental constant called the gravitational constant with a precise value of 6.67 into 10 raised to -11.
value 6.67 divided by 10 raised to minus 11. അത്രയ്ക്ക് സ്മോൾ ആയിട്ട് അല്ലെങ്കിൽ അത്രയ്ക്ക് ഫൈൻ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഈ വാല്യൂ അല്പമെങ്കിലും വ്യതിചലിച്ചായിരുന്നെങ്കിൽ to the tune of 10 raised to minus 1 into 1 by 10 raised to 34, അതായത് 10 raised to minus 34 അങ്ങോട്ടോ ഇങ്ങോട്ടോ, അതായത് 6.67 into 10 raised to minus 11 എന്ന വാല്യൂ 1 by 10 raised to 34 എന്ന വാല്യൂയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയായിരുന്നെങ്കിൽ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് സാധ്യമല്ല. നാം കാണുന്ന the solar system would not have existed. അല്പം വ്യതിചലിച്ചായിരുന്നെങ്കിൽ the universe would, as we see it, would not be possible. Life as we know it, ഭൂമിയിൽ മാത്രമാണ് നാം ലൈഫ് കാണുന്നത്. പക്ഷെ ഭൂമിയിൽ മാത്രം ലൈഫ് കാണണമെങ്കിൽ ഭൂമിയുടെ മാത്രം ലൊക്കേഷനും അല്ലെങ്കിൽ ഭൂമിയുടെ മാത്രം സ്പേസിലുള്ള പാരാമീറ്റേഴ്സ് ഫൈൻ ട്യൂൺഡ് ആയാൽ മാത്രം പോരാ. മറ്റു ഗോളങ്ങളും മറ്റു സോളാർ സിസ്റ്റത്തിന്റെ എല്ലാ പാരാമീറ്റേഴ്സും ഫൈൻലി സ്ട്രക്ചേർഡും ട്യൂൺഡും ആണെങ്കിൽ മാത്രമേ ലൈഫ് പോസിബിൾ ആകുകയുള്ളൂ. So this constant is tuned to such precision to make life possible. ഞാൻ ഇതിനൊരു പാരലൽ ആയിട്ട് ഒരു കാര്യം പറയാം. While we are still talking about apologetics, ഈ സ്റ്റേബിൾ ഓർബിറ്റ്സിന്റെ അതേ പ്രിൻസിപ്പിൾ ആണ് സാറ്റലൈറ്റ് ടെക്നോളജിയിൽ നാം യൂസ് ചെയ്യുന്നത്. മനുഷ്യൻ ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റ്സ്, ലൈവ് സ്ട്രീമിംഗ് ഒക്കെ പോസിബിൾ ആകുന്നത് is because of satellite technology. ആ സാറ്റലൈറ്റിനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റുകളിലേക്ക് ലോഞ്ച് ചെയ്തിട്ട് ഇതേ പ്രിൻസിപ്പിൾ, ഈ സ്റ്റേബിൾ ഓർബിറ്റ്സ്, അതായത് ഈ സോളാർ സിസ്റ്റം ചലിക്കുന്ന അതേ പ്രിൻസിപ്പിളിൽ തന്നെയാണ് സാറ്റലൈറ്റ്സ് ഓൾസോ ഓർബിറ്റ്. നൗ ഇഫ് മനുഷ്യൻ തന്റെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിൽ എപെക്സിൽ നിന്നുകൊണ്ട് ലോഞ്ച് ചെയ്യുന്ന ഈ സാറ്റലൈറ്റ്സ് എല്ലാ സമയം പീരിയോഡിക്കലി അതിന്റെ ഓർബിറ്റിൽ നിന്ന് മാറും. സയൻസിന്റെ കൃത്യമായ കണക്കിനാണ് ഈ ലോഞ്ചസ് ഒക്കെ ചെയ്യുന്നത്. 36,000 kilometers above the earth surface കൃത്യമായിട്ട് പാരാമീറ്റേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് these satellites are launched. പക്ഷെ പീരിയോഡിക്കലി ഈ സാറ്റലൈറ്റ്സ് they move away from their orbit, and again through precise science they have to fine tune and add these correction factors to bring them back in orbit. ഞാൻ ചോദിക്കട്ടെ, ഇത്ര ശാസ്ത്രത്തിന്റെ കൃത്യമായ കണക്കിൽ ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് പീരിയോഡിക്കലി അവയുടെ ഓർബിറ്റിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കോടാനുകോടി വർഷങ്ങളായിട്ട് ഈ ഗോളങ്ങളും ഈ സോളാർ സിസ്റ്റമും ഈ പ്ലാനറ്റ്സും ഒന്നും അവയുടെ പാന്താവുകളിൽ നിന്നും അവയുടെ ഓർബിറ്റുകളിൽ നിന്നും വ്യതിചലിക്കാതെ കൃത്യമായിട്ട് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഇസ് എ മിറക്കിൾ ടു ഫിസിസിസ്റ്റ്. അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. ദ ബൈബിൾ സേസ് ഇറ്റ് വെൽ. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. He said and it came to be. It is still maintaining those orbits, and it is still functioning in proper sense. Although this is an apologetics talk, let me just remind you that is the God who also carries us. When we go through anxieties, when we go through fears about tomorrow, ഒരു കാര്യം ഓർക്കണം, അവൻ കൽപ്പിച്ച സോളാർ സിസ്റ്റം ഇന്നും അതേ ഓർബിറ്റിൽ ചലിക്കുകയാണെങ്കിൽ നാമും സഞ്ചരിക്കേണ്ട ഓർബിറ്റിലൂടെ തന്നെ സഞ്ചരിക്കും. He will lead us and guide us. So these fundamental constants show that the universe is finely tuned. It is finely designed for life. So the Big Bang cosmology, the evidence on fine tuning, idokke inna science nalgunna confirmation aanu. So the claim that science has disproved God is bogus and can be easily addressed by looking at the scientific discoveries of the day. The final claim from a general point of view is that religion is harmful. ഇവർ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് that മതം എന്ന് പറയുന്നത് is harmful for society. It triggers evil. ഇത് വെസ്റ്റേൺ ലോകത്തിൽ റിച്ചർഡ് ഡോക്കിൻസ് പോലുള്ള ആൾക്കാർ പല പുസ്തകങ്ങളൊക്കെ എഴുതി they attacked religion. പക്ഷെ ഇന്ന് ഡോക്കിൻസ് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ he stated that ഇത് ബ്രോഡ് ബ്രഷ് ആയിട്ട് എല്ലാ റിലീജിയൻസിനെയും ഈ കാറ്റഗറിയിൽ പറയുവാൻ കഴിയില്ല. ഇന്ന് വെസ്റ്റേൺ ലോകത്തിൽ കാണുന്ന പല he's despite being an atheist, he's not a fan of LGBTQ and such movements. And ഡോക്കിൻസിന്റെ വാക്കുകളിൽ
LGBTQയും അതുപോലെ തന്നെ റാഡിക്കൽ ഇസ്ലാമിനെയും പോലുള്ള മൂവ്മെന്റ്സിനെ എതിർക്കുവാൻ കഴിയുന്നത് ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇത്രയും ഒരു, അതായത് റിലീജിയൻ പൊതുവെ ഹാംഫുൾ ആണെന്ന് പറയുന്ന ഒരു ക്ലെയിം ഈസ് എ ബ്രോഡ് ബ്രഷ് സ്റ്റേറ്റ്മെന്റ്. ക്രിസ്ത്യാനിറ്റിയെ മറ്റ് റിലീജിയൻസിനോ കൂടെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇവര് മുൻപോട്ട് വെക്കുന്ന ഒരു വാദമാണ്. മറിച്ച് if you look at the history of the modern world, democracy ആണെങ്കിലും ക്യാപിറ്റലിസം ആണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് ആണെങ്കിലും ഈ ആശയങ്ങൾക്കെല്ലാം തുടക്കമിട്ടത്, ഈ ആശയങ്ങൾക്കെല്ലാം അതിന്റെ കാരണമായി തീർന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി is what gave us the modern world. Even when you come to ഇന്ത്യയിലും especially when you talk about സതി പോലുള്ള പ്രാക്ടീസസ്, കാസ്റ്റ് സിസ്റ്റം പോലുള്ള പ്രാക്ടീസസ്, ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം ഒരു ആധുനിക ഇന്ത്യ ക്രിയേറ്റ് ചെയ്തത് ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. മറിച്ച് when you look at atheism, നാസ്തികതയിലേക്ക് നോക്കുമ്പോൾ ഇവർ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ് that religion has killed, മതം കൊന്നൊടുക്കിയിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ when you actually study the history of atheism, particularly in the 20th century, 20ാം നൂറ്റാണ്ടിൽ കോടികളെ കൊന്നു ഒടുക്കിയത് ക്രിസ്ത്യാനിറ്റിയോ മറ്റ് മതങ്ങളോ അല്ല. ഇറ്റ് വാസ് ഷോർലി ഏത്തീസം. ഏത്തീസം ആണ് കമ്മ്യൂണിസം, നാസിസം, ഇറ്റലിയിൽ അണ്ടർ ഇറ്റലി ഫാഷിസം ഒക്കെ അതിനൊക്കെ ഏറ്റവും കാരണമായി തീർന്ന ഐഡിയാസ് were atheistic, were fundamentally atheistic. So this particular claim that religion is harmful for society can also be dismissed by looking at the facts that again when you come to India, look at the charity works, hospitals, educational institutes that Christianity has contributed to the country. So the claim that religion is harmful for the society is also not something that stands up to the facts. Finally, coming to a few claims that they raise against Christianity. Number one is that the Bible is a tribal and outdated book. ബൈബിളിനെതിരെ സാധാരണ ഇവർ ഉന്നയിക്കുന്ന ഒരു ക്ലെയിം ആണ്. ഇവര് ബൈബിളിനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും നേരെ they don't generally address the New Testament, നേരെ ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് പോയിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോസും ഓൾഡ് ടെസ്റ്റ്മെന്റ് പെന്ററ്റ്യൂക്കും ആണ് സാധാരണ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. that these ideas in the Old Testament are tribal or outdated. പക്ഷേ when you actually look at what sociologists or historians think about the Bible, ഒരു കാര്യം ഓർക്കണം, ന്യായപ്രമാണം അല്ലെങ്കിൽ പെന്ററ്റ്യൂക്ക് നാം നോക്കുമ്പോൾ it was an extremely tribal, extremely primitive ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് പെന്ററ്റ്യൂക്ക് was put forward. And Pentateuch is not something, അല്ലെങ്കിൽ Old Testament laws are not something that is applicable to us. നമുക്ക് ഡയറക്ട്ലി ആപ്ലിക്കബിൾ ആയ ലോസ് അല്ല, മറിച്ച് ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത ലോസും ഡിക്റ്റംസും ആണ് what we read in the Old Testament. പക്ഷെ ആ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും, അതായത് ആധുനികതയിലേക്ക് നയിക്കുന്ന that you find in the Pentateuch. ഇത് ഞാനല്ല പറയുന്നത്, ജോഷുവ ബെർമാൻ പോലുള്ള അറിയപ്പെടുന്ന ഏൻഷ്യന്റ് നിയർ ഈസ്റ്റേൺ ഹിസ്റ്റോറിയൻസ് അവര് മറ്റ് പുരാതനമായ മറ്റ് ലീഗൽ സ്ട്രക്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവര് ഇൻഫർ ചെയ്യുന്ന ഒരു സത്യമാണ് that ഇക്വാലിറ്റിയുടെ കൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത് പെന്ററ്റ്യൂക്കിലാണ്. പെന്ററ്റ്യൂക്കിൽ പർട്ടിക്കുലർലി ഈജിപ്തിൽ നിന്ന് അടിമകളായിരുന്ന സ്ലേവ്സ് ആയിരുന്ന ഒരു കൂട്ടരെ അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന് അവർക്ക് അവകാശങ്ങളും അവർക്ക് ഇൻഹെറിറ്റൻസും അവർക്ക് അധികാരവും നൽകിക്കൊടുത്ത ആദ്യ ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയുടെ ബ്ലൂ പ്രിന്റ് കിടക്കുന്നത് ബൈബിളിലാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാരാണ് the face of the divine, or the people, the masses are to be slaves of the king. ഈജിപ്തിലും ബാബിലോണിലും അന്നത്തെ സംസ്കാരങ്ങളിലെല്ലാം തന്നെ ആ ഒരു ഐഡിയ ആയിരുന്നു. പക്ഷെ മറിച്ച് നാം when you look at the Old Testament, ദൈവം ഒരിക്കലും ഇസ്രായേലിന് ഒരു രാജാവിനെ കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവർ പിന്നീട് ചോദിച്ചു, ദൈവം create the society that you see in the opening books of the Bible, in the Pentateuch, is a society without a king, where each person has his own inheritance. Our idea revolutionary ആയിരുന്നു. ആ ഒരു ഐഡിയ അന്നത്തെ കാലഘട്ടത്തിൽ it was an egalitarian idea. It was an idea that protected all people, that protected women, that protected the marginalized. അങ്ങനത്തെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണുന്നത്. പക്ഷേ obviously in your talk I cannot address all of that in one go, but just to give you, കാരണം സാധാരണ when you talk to atheistകൾ സാധാരണ അവർ പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളൊക്കെ റേസ് ചെയ്തുകൊണ്ടാണ് പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. പഴയ നിയമത്തിൽ നാം കാണുന്ന ലോസും അത് ദൈവത്തിന്റെ ഹിതപ്രകാരം
കൊടുത്ത ലോസും ചട്ടങ്ങളും അല്ല എല്ലാം. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് if I state one, when you look at Matthew chapter 5, Matthew chapter 5-ലാണെന്ന് തോന്നുന്നു കർത്താവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, when can a man divorce his wife? ആ ചോദ്യത്തിന് കർത്താവ്, when he gives the answer, കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ആ പ്രമാണം തന്നത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ്, ബിക്കോസ് ഓഫ് യുവർ ഹാർഡ് ആൻഡ് ഹാർട്ട്സ്. ആരാ പറയുന്നത്? സാക്ഷാൽ യഹോവയുടെ അല്ലെങ്കിൽ ദി ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അവർ ആരാധിച്ച അതേ ദൈവത്തിന്റെ റിവീൽഡ് ഇമേജ് ആയിട്ട് അതേ ദൈവം തന്നെ, ആ ദൈവത്തിന്റെ ബിഹാഫിൽ തന്നെയാണ് കർത്താവ് പറയുന്നത്, you have heard, when you read Matthew chapter 5, അതിൽ ഓരോ ന്യായപ്രമാണത്തിലെ ഓരോ ലോയും എടുത്തിട്ട് കർത്താവ് തന്നെ അതിനെ റീഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. You have heard it said that you shall not commit adultery, but I say unto you, you shall not even objectify a woman. So you will see that kind of a pattern in Matthew chapter 5. In essence, the Old Testament was a blueprint for an egalitarian society in that day and that age, but it was not something, or it is not something that is applicable today. ആ ന്യായപ്രമാണത്തിൽ കാണുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നും ഇന്ന് ഡയറക്ട്ലി ക്രിസ്ത്യൻസിന് ആപ്ലിക്കബിൾ അല്ല. ദാറ്റ് ദ ഫുൾഫിൽമെന്റ് വി സീ ഇൻ ദി മൊറാലിറ്റി ദാറ്റ് വി സീ ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ട് ഇത്രയും വാദങ്ങൾ ഇവർ ഉന്നയിക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ മാത്രം യു വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. യു വിൽ ഹാവ് ടു സ്റ്റഡി ഇറ്റ് യുവർ സെൽഫ്, യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് യുവർ സെൽഫ്. ബട്ട് in a nutshell, you have to understand Old Testament biblical passages in their context. Number two, again, ക്രിസ്ത്യാനിറ്റിക്കെതിരെ സ്പെസിഫിക് ആയിട്ട് ഇവർ ഉന്നയിക്കുന്ന ഒരു വാദമാണ് that Jesus Christ is a myth. യേശു ക്രിസ്തു ഒരു മിഥ്യയാണെന്ന്. ഞാൻ നേരത്തെ ഇതിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോയി. ഒരു ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള ആരും തന്നെ അങ്ങനത്തെ ഒരു വാദം മുൻപോട്ട് വെക്കാറില്ല, ദാറ്റ് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് തന്നെയാണ് ഇന്നത്തെ വെർച്വലി ഓൾ ഹിസ്റ്റോറിയൻസ് അഗ്രി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഏത് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ പറ്റിയുള്ള പ്രൈമറി സോഴ്സസ്, ചരിത്രത്തിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഈവൻസ് ഇൻഫർ ചെയ്യാൻ നാം യൂസ് ചെയ്യുന്നത് അവരെ കണ്ടവരും അവരെ കേട്ടവരുടെയും ടെസ്റ്റിമണിയാണ്, അവർ എഴുതി വെച്ച കാര്യങ്ങളാണ്. Alexander the Great, let's compare a very well-known historical figure. Alexander the Greatനെ പറ്റിയുള്ള നമ്മുടെയിലുള്ള ഫസ്റ്റ് പ്രൈമറി സോഴ്സ് കിടക്കുന്നത് അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞിട്ട് 400-500 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. That we have the first written documents about Alexander. But when you compare that to Christ, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ അവനെ നേരിട്ട് കണ്ടവരും അവനെ നേരിട്ട് അറിഞ്ഞവരും എഴുതിയ പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ. And then you have the letters of Paul, and then you have the writings outside the Bible, right? ജോസഫസും ടാസിറ്റസും പോലുള്ള അടുത്ത 100 വർഷത്തിനുള്ളിൽ തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് നിന്ന ആൾക്കാർ പോലും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. So the data that we have is pretty strong that Jesus was a historical person. അത് മാത്രമല്ല, not just that he was a historical person, he was God himself. He died and rose again on the third day. Again, this is something that historians have a consensus on. Not that അതായത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് എതിരെ വാദിക്കുന്ന ഹിസ്റ്റോറിയൻസ് ഒരുപക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റില്ല എന്ന് വാദിച്ചാൽ പോലും അവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്, ക്രൂശീകരണം കഴിഞ്ഞ് കർത്താവിനെ അടക്കിയതിനു ശേഷം after 3 days that tomb was found to be empty. The followers of Jesus reported to have seen him face to face. ഈ ഒരു കാര്യം ആരും തന്നെ ഡിനൈ ചെയ്യുന്നില്ല. And then you have the fact that Christianity ആദ്യത്തെ 2 സെഞ്ചുറിയിൽ വളരെയധികം പീഡനത്തിൽ കൂടെ കടന്നുപോയിട്ട് പോലും Christianity grew at an alarming fast rate through the first 2 centuries. സോ ഇന്നത്തെ യേശുക്രിസ്തുവിനെ പറ്റി പഠിക്കുന്ന ഹിസ്റ്റോറിയൻസ് ജനറലി അഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ after the 3rd day there was a public testimony that claimed that they saw him alive, and the church also grew at an alarming rate. So I mean, there are some more claims that I wanted to address, but in the interest of time I will wind up by saying this. New atheism, നവനാസ്തികത, കേരളത്തിൽ മുൻപോട്ട് വെക്കുന്ന ഈ ഇത്തിരി ആരോപണങ്ങളും ഇത്തിരി ക്ലെയിംസും is something that ഇവർ സാധാരണ പറയുന്ന ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഇവർ ഒരു സൈറ്റേഷനോ ഒരു റെഫറൻസോ ഒരു അക്കാഡമിക് ആയിട്ടുള്ള യാതൊരു ഫുട് നോട്ടോ കൊടുക്കാതെയാണ് സംസാരിക്കുന്നത്. മറിച്ച് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് ഇഫ് യു എക്സ്പ്ലോർ ഫർദർ ഇൻ ക്രിസ്ത്യാനിറ്റി,
we can put our heads up and say that I am a Christian because the scientific data points to a God. I am a Christian because the philosophical arguments, they point to point to God. And most of all, I am a Christian because the historical evidence is clear and firm that Jesus was the Son of God. Avan marichu, adakapattu, moonam dusam, he came back to life. May God bless you with these words. Thank you.